സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പൈനാച്ചി മുതൽ ചട്ടഞ്ചാലി വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിന്റെ ഡ്രോൺ വീഡിയോ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ തുടങ്ങുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്തു തരിക. സുഹൃത്തുക്കളെ, പൊയ്നാച്ചിക്കും ചട്ടഞ്ചാലിനും ഇടയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് അതിവേഗത്തിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് പൊയ്നാച്ചി ഭാഗത്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പൊയ്നാച്ചി ഭാഗത്ത് ഇപ്പോൾ ഓവർപാസിൻ്റെ മണ്ണെടുക്കുന്ന വർക്ക് നല്ല പോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പൊയ്നാച്ചി കഴിഞ്ഞ ഈ ചട്ടഞ്ചാലിനും പൊയ്നാച്ചിക്കും ഇടയിലുള്ള ഭാഗത്തും ഇപ്പോൾ ഈ ഡ്രൈനേജിൻ്റെ വർക്കും മറ്റും അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊയ്നാച്ചി ജംഗ്ഷന്റെ ഒരു വശത്ത് ഇപ്പോൾ രണ്ട് വശത്തും മണ്ണെടുക്കുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓവർപാസിന് വേണ്ടിയുള്ള മണ്ണെടുക്കുന്ന പ്രവൃത്തികൾ നടന്നു വരികയാണ്. അതേപോലെ തന്നെ സർവീസ് റോഡിന് വേണ്ടിയുള്ള ഈ റീടൈൻ വാൾ നിർമ്മിക്കുന്നതിനും ഫൗണ്ടേഷൻ പ്രവൃത്തികൾ ഈ ഭാഗത്ത് അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന സമയത്ത് ഈ ഒരു വശത്ത് മാത്രമായിരുന്നു ഈ ഓവർപാസിന് വേണ്ടിയുള്ള മണ്ണെടുക്കുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ രണ്ട് വശങ്ങളിലും മണ്ണെടുക്കുന്ന പ്രവൃത്തികൾ നടന്നു വരികയാണ്. അതേപോലെ തന്നെ റീടൈൻ വാളിൻ്റെ നിർമ്മാണം ഏകദേശം ഈ ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് വശത്തും ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പഴയ റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വലതുവശത്ത് കാണുന്നത് ഈ മെഗാ കമ്പനിയുടെ ഈ ഗർഡറുകൾ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. മുഴുവനായിട്ടും ഇവർക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ടിയുള്ള ഗർഡറുകൾ നിർമ്മാണം നടക്കുന്ന സ്ഥലം കൂടിയാണത്. കാസ്റ്റിംഗ് ചെയ്ത് കൂടുതലും ഫുള്ള് കാസ്റ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വേണ്ടിടത്തേക്ക് കൊണ്ടുപോയി സ്ഥാപിക്കുന്ന അതാണ്. ഇവിടുന്ന് കൊണ്ടുപോയിട്ടാണ് ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ ഇത് സ്ഥാപിച്ചു കൊടുക്കുന്നത്. മുഴുവനും ഗർഡറുകൾ ഈ ഭാഗത്ത് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തികൾ നടന്നു വരികയാണ്. അത് ഒരു വശത്ത് ബിറ്റുമിൻ സ്പ്രേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചിലപ്പം നല്ല വെളിച്ചം കിട്ടിയാൽ ചിലപ്പോൾ ടാറിംഗ് പ്രവർത്തികൾ നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. കാലവർഷം കടുത്തതിനാലും വർക്കിലൊരു കുറവും ഈ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നാണ്. കാരണം അവിടെ വെള്ളം നിറഞ്ഞിട്ടും പണി JCB എക്സ്കവേറ്റർ കൊണ്ട് മണ്ണെടുക്കുന്ന പ്രവൃത്തികൾ തുടരുകയാണ്. കാണാൻ സാധിക്കും. വർക്കിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാവും. കാരണം ഈ ഏകദേശം എത്ര എക്സ്കവേറ്റർ കൊണ്ടാണ് വർക്ക് നടക്കുന്നത് കാണാം. ഒരു വശത്ത് 3 എക്സ്കവേറ്റർ ഉണ്ട്, മറുവശത്ത് 2 എക്സ്കവേറ്റർ ഉണ്ട്. ആ 2 എക്സ്കവേറ്ററും ഇപ്പോൾ ടോട്ടൽ അപ്പോൾ നല്ല സ്പീഡിലാണ് ഈ ഭാഗങ്ങളിൽ വർക്ക് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഏകദേശം നല്ല ഹൈ സ്പീഡിലാണ് വർക്ക് നടക്കുന്നത്. പൊയ്നാച്ചി ജംഗ്ഷന്റെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇന്ന് വെള്ളിയാഴ്ച ആയതിനാൽ തന്നെ നല്ല സൂര്യപ്രകാശം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങിയതാണ് രാവിലെ തന്നെ. ആ സമയത്ത് കുറച്ച് ഭാഗം മാത്രമാണ് ഷൂട്ട് ചെയ്തത്. ഈ പൊയിനാച്ചി ചട്ടഞ്ചാല് പെരിയ ഭാഗത്തൊക്കെ നല്ലോണം സ്ഥലം കാലി ആയിട്ടുണ്ട്, കാണുന്നുണ്ട്. മോളിൽ തന്നെ ശരിക്കും മനസ്സിലാകുന്നു. വലിയ, അതായത് കുറേ സ്ഥലങ്ങൾ കാലിയായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പം ഗവൺമെൻറ് സ്ഥലമാണോ പ്രൈവറ്റ് സ്ഥലമാണോ അറിയില്ല. കുറേ കമ്പനികൾക്ക് നല്ല സ്ഥലം ചാൻസ് ഉണ്ട് ഇവിടെ, കമ്പനികൾ വരാൻ. അതായത് ഇങ്ങനത്തെ സ്ഥലം കുറേ ഉണ്ടെങ്കിൽ പലവിധ കമ്പനികളെല്ലാം കൊണ്ടുവരണം. നമ്മുടെ MP ML എല്ലാം കൂടിയിട്ട് വലിയ വലിയ കമ്പനീനെ ഇങ്ങോട്ട് കൊണ്ടുവരണം കാസർഗോഡ് ജില്ലയിൽ. കാസർഗോഡ് ജില്ലയിൽ ഏകദേശം സ്ഥലം കൂടുതലുള്ള സ്ഥലം തന്നെ ഈ ഭാഗങ്ങളിൽ തന്നെ നമുക്ക് കാണാം. ഏകദേശം ചട്ടഞ്ചാല് കഴിഞ്ഞാൽ പെരിയ ഭാഗങ്ങളിലും പെരിയ പിന്നെ അങ്ങോട്ടുള്ള ഏകദേശം നല്ല ഈ ഭാഗത്ത് നല്ല സ്ഥലങ്ങൾ, കുറേ ഓപ്പൺ ഏരിയ കുറേ ഉണ്ട് ഈ ഭാഗങ്ങളിൽ. നിങ്ങൾക്ക് കാണാം, നോക്കാം, നല്ല ഓപ്പൺ ഏരിയ സ്ഥലമാണ്. നോക്കിയാൽ നല്ല ഈ റോഡും ഹൈവേ റോഡും മറ്റും വലിയ കമ്പനികൾക്ക് എല്ലാം ചാൻസ് ഉള്ള സ്ഥലമാണ് ഇത്. നോക്കിയാൽ അങ്ങനെ എന്തും വലിയൊരു പ്രശ്നവും ഇല്ല. നോക്കിയാൽ കുറേ ഏക്കർ സ്ഥലം കാലിയായിട്ട് തന്നെ കാണാൻ പറ്റുന്നത്. ചട്ടഞ്ചാലിനും പൊയിനാച്ചിക്കും ഇടയിലുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പള്ളിക്ക് എതിർവശത്തുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഇത് ഫസ്റ്റ് 3 ലൈന് റെഡി ആയിട്ട് ആ ഫസ്റ്റ് ലൈൻ ടാറിങ് കഴിഞ്ഞിട്ട് അതിലെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് ഇപ്പോൾ രണ്ടാമത്തെ 3 ലൈൻ പാതയിൽ ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ തന്നെ സർവീസ് റോഡും അങ്ങനെ ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് ഡിവൈഡറിൻ്റെ വർക്കാണ്, അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കാണ് നടക്കുന്നുള്ളത്. അപ്പോൾ ആ ക്രൈനിലുണ്ടല്ലോ ഇവർ ഈ കാസ്റ്റിങ് ചെയ്തിട്ട് കൊണ്ടുവന്ന ഈ ഡിവൈഡർ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അതാണ് അവിടെ വെക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഡിവൈഡർ പിന്നീട് കാസ്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ മുകളിൽ. അത് ഫൗണ്ടേഷൻ അതായത് ഫുള്ള് സെറ്റ് തന്നെ കൊടുത്തിട്ട് അവിടെ കുഴിച്ചിട്ട് അവിടെ ഫിറ്റ് ചെയ്യുന്നതാണ് അവിടെ. അല്ല സാധാരണ തന്നെ ബാക്കിയുള്ള കമ്പനി അവിടെ തന്നെ ഓൺ ദ ടൈം തന്നെ ഇത് കുഴിയെടുത്തിട്ട് ഫൗണ്ടേഷൻ ചെയ്തിട്ട് അവിടെ തന്നെ കോൺക്രീറ്റ് കമ്പിയെല്ലാം കെട്ടിയിട്ട് അവിടെ തന്നെ ചെയ്യുന്നതല്ലേ. പക്ഷെ ഇവരതല്ല, ഇവർ ഓരോരോ പാട്ടായിട്ട് കൊടുന്ന് അതിൽ അടുത്തേക്ക് വെച്ച് കൊടുക്കുന്നു. ഇപ്പോൾ ഏകദേശം നമ്മൾ ചട്ടഞ്ചാല എത്താനായിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം 2 സൈഡിലെല്ലാം വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല വർക്ക്. ഇപ്പോൾ ഇവർ മഴയൊന്നും അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല, വർക്ക് നടന്നുകൊണ്ട് തന്നെയുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ മറ്റേ ഇപ്പോൾ ULCC കമ്പനിയല്ല വർക്ക് നടക്കാത്തതെന്ന് വെച്ചാൽ ഈ മണ്ണിട്ട് ഉയർത്തുന്നില്ല, അണ്ടർപാസിൻ്റെ മുകളിലൊക്കെ മണ്ണിട്ട് ഉയർത്തുന്നില്ല, ആ വർക്കാണ് ഇപ്പോൾ ULCCയിൽ നിർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ മഴക്ക് ഈ കമ്പാക്ട് ചെയ്യുന്ന വർക്ക് ഭയങ്കര പ്രശ്നമെന്ന് വെച്ചിട്ട് ആ പണിയെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവരതല്ല, ഇവർ അണ്ടർപാസ് അപ്രോച്ച് റോഡിൻ്റെ വർക്കല്ല, ബാക്കിയുള്ള മണ്ണെടുക്കുന്നതും ഇതാക്കുന്നതും കുഴിക്കുന്നെല്ലാം വർക്കാണ് ഇവർ ഇപ്പോൾ നടക്കുന്നുള്ളത്. ഇപ്പോൾ ചട്ടഞ്ചാൽ ടൗണിലേക്ക് എത്തി. നമ്മളിപ്പോൾ ചട്ടഞ്ചാൽ ടൗണിൽ ഇപ്പോൾ ഒരു വശത്തെ നേരത്തെ കോൺക്രീറ്റ് കാസ്റ്റിംഗ് വർക്കെല്ലാം കഴിഞ്ഞതാണ്. ഇപ്പം കഴിഞ്ഞ ഞാൻ വീഡിയോയിൽ ചെയ്യുമ്പോൾ മറ്റേ ഒരു സൈഡിലുള്ള പിയറിൻ്റെ വർക്കാണ് നടക്കുന്നുണ്ടായത്, മറ്റു സൈഡ് ഫൗണ്ടേഷനൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പിയർ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ രണ്ടാമത്തേന് ഫൗണ്ടേഷന് ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നുള്ളത്. കാണാം അതിൻ്റെ വീഡിയോ ആണ്. നല്ല
ഇത് ഈ ഭാഗത്ത് വർക്ക് നല്ല പോലെയാണ്, നല്ല ഹൈ സ്പീഡിൽ, ഇപ്പം നല്ല ഹൈ സ്പീഡിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട്. ചട്ടഞ്ചാൽ കഴിഞ്ഞ ഈ ഭാഗങ്ങളിൽ കുറച്ച് വർക്ക് സ്ലോ ആണ്. ഇപ്പം ഈ ഭാഗങ്ങളിൽ വലിയ വർക്കൊന്നും നടക്കുന്നില്ല. ഡ്രെയിനേജിൻ്റെയും മറ്റേ 2 സൈഡിലെ ഡ്രെയിനേജിൻ്റെ വർക്ക് നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. പിന്നെ അതിനുശേഷം ഈ ഭാഗങ്ങളിൽ അങ്ങനെ വർക്ക് നടക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഗ്രൗണ്ട് വ്യൂവും കൊടുത്തിട്ടുണ്ട്. അതായത് പൊയിനച്ചിൻ്റെ ആ ഭാഗം മുതൽ ആ പള്ളിക്ക്, അതായത് പൊയിനച്ച് കഴിഞ്ഞിട്ട് ഉള്ള ഭാഗം മുതൽ ഇടം വരെയുള്ള ഗ്രൗണ്ട് വീഡിയോ ഉണ്ട്. അതിൽ സ്കിപ്പ് നിങ്ങൾ കഴിയുന്ന സുഹൃത്തുക്കളെ നമ്മളുടെ ഏഡ് വരുന്നതുണ്ടല്ലോ, അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം. അപ്പം ബാക്കിയുള്ള ഗ്രൗണ്ട് വീഡിയോ ആണ് പിന്നെ നിങ്ങൾ കാണുന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് കാണാം കുറച്ച് ഇത് ബ്ലറ് ലേശം, ഈ ഗ്രൗണ്ട് വ്യൂ ഉണ്ടല്ലോ ക്യാമറ ലേശം ബ്ലറായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലേശം ഫംഗസ് എന്തോ ക്യാമറ ലെൻസിൽ ഇതായിട്ടുണ്ട്. അതായത് ഈ മഴ പെയ്തിട്ട് ലാസ്റ്റ് വെയിൽ വരുമ്പോൾ ഒരു ചെറിയൊരു ഇത് വരുന്നില്ല, എന്ത് ഒരു ഫോഗ് അതിൽ ലേശം ക്യാമറ ബ്ലറായിട്ടുണ്ട് ലേശം കേട്ടോ. ഒന്ന് നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ മുകളിൽ നിന്ന് കാണിച്ചത് ഇവിടുന്ന് ഈ ഭാഗം ഇപ്പോൾ വലതുവശത്ത് ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. 3 പേര് ഇപ്പോൾ അതിൻ്റെ നേരത്തെ ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ്. ഈ ഭാഗത്തെല്ലാം ഇപ്പോൾ നല്ല വർക്ക് സ്പീഡിലുണ്ട്. ഇപ്പോൾ നല്ല ഇന്ന് കുറച്ച് വെയിലുണ്ടതുകൊണ്ട് തന്നെ നല്ല വർക്ക് സ്പീഡുണ്ട്. ഇതെവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഇത് നമ്മളെ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കുന്നത്. അതായത് പ്രീ കാസ്റ്റഡ് കൊണ്ട് വെച്ചിട്ട് ഇവിടെ തന്നെ ഫിറ്റ് ചെയ്യുന്നത്, അവിടെ ക്രൈന് ഉപയോഗിച്ചിട്ട് അവിടെ ഫിറ്റ് ചെയ്യുന്നതാണ്. ഈ ഭാഗത്തെല്ലാം വർക്ക് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഇതിപ്പോൾ സർവീസ് റോഡാണ്, മെയിൻ റോഡല്ല. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിലാണ്. വലതുവശത്തൊക്കെ മണ്ണെല്ലാം എടുത്തിട്ട്, അതായത് അതിന് ശരിക്കും ഇത് ചെങ്കൽ പാറ പോലത്തെ സ്ഥലമാണ്, കുറച്ച് സ്ട്രോങ് ഉള്ള സ്ഥലമാണ്. അതാണ് ഇവർ ഇങ്ങനെ ഈ സർവീസ് റോഡിൻ്റെ ഈ ഹൈറ്റ് എന്താ വന്നു വെച്ചാൽ ഇവർ ഈ മണ്ണെടുക്കുന്നത്, ഇപ്പോൾ സർവീസ് റോഡ് ഈ ഡ്രെയിനേജ് വെക്കണമെങ്കിൽ കുറച്ച് കുഴിക്കണമല്ലോ. അപ്പോൾ ആ പ്രവൃത്തി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ കുഴിക്കാണ്ട് തന്നെ അതിൻ്റെ മുകളിൽ തന്നെ വെച്ചുകൊണ്ട് പോയത്. ഈ കരിങ്കൽ ഇതുണ്ടല്ലോ, ചെങ്കൽ പാറ പൊട്ടിക്കുന്ന അത്ര പണിയുണ്ട് അവർക്ക്. അപ്പോൾ ആ അത്ര ഇത് കുറച്ച് പണി കുറയാനും വേണ്ടിയിട്ടാണ് അവർ അത്ര ഇതാക്കിയത്. അപ്പോൾ അത്ര കുറഞ്ഞു കിട്ടിയെങ്കിൽ അത്ര നല്ല ഇറച്ചാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആരും ജനങ്ങളൊന്നും ഒരേ ഇതും ചെയ്തിട്ടില്ല, പ്രതിഷേധിച്ചിട്ടൊന്നുമില്ല, അടുത്ത പുരക്കാറൊന്നും. അങ്ങനെ വെച്ച് അവർ പോയി, അത്ര തന്നെ. ഇപ്പോൾ ചട്ടഞ്ചാൽ ടൗണിലത്തെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിടുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുത്തുക. ഡ്രോൺ വീഡിയോ ശരിയായിനോ എന്നറിയില്ല, എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ശരിയാകും കുറച്ച് പൊന്തിനും തോന്നുന്നു എൻ്റെ ഒരു കാരണം. എന്താ, നിങ്ങളുടെ കാലൊക്കെ ഒന്നും പിന്നെ അവിടെ ഒരു ഹൈ ടെൻഷൻ കേബിൾ ഉണ്ട്, അതിൻ്റെ പേടിയാണ്. അതുകൊണ്ടാണ് അത്ര കുറച്ച് ഹൈറ്റ് കൂടിയത്. മയിലാട്ടി ഈ പൊയിനച്ച് ഭാഗത്തൊരു ഹൈ ടെൻഷൻ കേബിൾ ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ആടന്ന് പൊക്കിയത് ഡ്രോണ്. അപ്പം സുഹൃത്തുക്കളെ, വളരെ വളരെ താങ്ക്സ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇനിയും പുതുത്തൻ വീഡിയോ അപ്ഡേഷൻ വീണ്ടും വരും. അപ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ.